നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ പല രീതിയിൽ നമുക്ക് തരംതിരിക്കുവാൻ സാധിക്കും. ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിരിക്കും, അത് ലഭിക്കും എന്ന കാര്യം ഉറപ്പ് തന്നെയായിരിക്കും. ചിലത് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. എന്നാൽ ചിലത് വളരെയധികം പരിശ്രമിക്കുകയാണ് എങ്കിൽ ലഭിക്കാനുള്ള സാധ്യത അല്പമെങ്കിലും ഉണ്ട് എന്ന രീതിയിലുള്ള ആഗ്രഹമായിരിക്കാം. ചില കാര്യങ്ങൾ ആഗ്രഹിച്ചു പോകും, എന്നാൽ ജീവിതത്തിൽ അതൊരിക്കലും നടക്കില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടാകും. എന്നിരുന്നാലും അവർ ആഗ്രഹിച്ചു പോയി എന്ന് വരാം. ഇത്തരത്തിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് ഏവരും. ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് ഏറ്റവും ശക്തമായ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്. ഈ ഒരു ടെക്നിക് ഉപയോഗിച്ച് പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും നടന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഈ കാര്യം ചെയ്യുമ്പോൾ പൂജ, മന്ത്രം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമുള്ളതല്ല. അതായത് ഈ ഒരു കാര്യം ചെയ്യാൻ പൂജ, മന്ത്രം അത്തരം കാര്യങ്ങൾ ആവശ്യമുള്ളതല്ല. വിശ്വാസമാണ് പരമപ്രധാനമായിട്ടുള്ളത്. വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ മനസ്സിലേക്ക് നെഗറ്റീവായ ഊർജം നിങ്ങൾക്ക് കടന്ന് വരുന്നില്ല എങ്കിൽ പോസിറ്റീവായ ഊർജത്തോടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം അത് എത്ര തന്നെ കടുപ്പമേറിയതാണ് എങ്കിലും നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ തടസ്സം നിങ്ങൾക്കുണ്ട്, നിർഭാഗ്യമാണ് നിങ്ങളെ വേട്ടയാടുന്നത്, എന്നിരുന്നാൽ പോലും ആ ആഗ്രഹം നടക്കുവാനുള്ള വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നതാണ്. ഒന്നുകൂടി പറയുന്നു, ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ആത്മവിശ്വാസവും വിശ്വാസവുമാണ് നിങ്ങൾക്ക് പരമപ്രധാനമായും വേണ്ടത്. വിസ്പർ ടെക്നിക്കിനെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ ഒരു കാര്യം ആർക്കും വളരെ എളുപ്പത്തിൽ ഏതൊരു സമയത്തും ചെയ്യാം. അത് രാത്രിയാണ് എങ്കിലും പകലാണ് എങ്കിലും നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും ചെയ്യാം. എവിടെ വെച്ചും ഈ ഒരു ടെക്നിക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നിങ്ങൾക്ക് അത്രമേൽ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു ടെക്നിക് കൂടിയാണ് ഇത്. ഈ ഒരു കാര്യം എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, അത് തൊഴിലാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ ഉയർച്ചയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖം ഭേദമാകുന്നതാകാം, പണമായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ആവശ്യം. ഇത്തരത്തിൽ എന്ത് ആവശ്യമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിലും നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ചിന്തിക്കുക, ഈ ഒരു ആഗ്രഹം എനിക്ക് നടന്ന് കിട്ടിയിരിക്കുന്നു എന്ന രീതിയിൽ ചിന്തിക്കണം. അതായത് ആദ്യം ചെയ്യേണ്ടത് താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ആവശ്യം അത് എന്താണ് എങ്കിൽ ആ ആവശ്യം നടന്നു കിട്ടി, അഥവാ പണമാണ് എങ്കിൽ പണം നൽകി അതിന് നന്ദി എന്ന് പറയുക. അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയം നൽകി അതിന് നന്ദി എന്ന് പറയുക. അതായത് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് പണം നൽകിയതിന് നന്ദി. ഇപ്രകാരം 3 തവണ നിങ്ങൾ പറയണം. അത് ജോലിയാകാം, അല്ലെങ്കിൽ തൊഴിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യമാകാം. ആ ഒരു കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹമായിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ അത് പറയുക. എന്താണോ മനസ്സിലുള്ള ആഗ്രഹം അത് നിങ്ങൾ പറയണം. അത് നടന്നു എന്ന രീതിയിൽ പറയണം. താങ്ക് യു യൂണിവേഴ്സ്, ഇന്നൊരു കാര്യം എനിക്ക് നൽകിയതിന് നന്ദി. ഇപ്രകാരം 3 വട്ടം നിങ്ങൾ പറയണം. 3 വട്ടം നിങ്ങൾ പറയുമ്പോൾ ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. ഒരിക്കലും നെഗറ്റീവായ ഊർജത്തോടെ പറയുവാൻ പാടുള്ളതല്ല. പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അത് മറന്നു കളയുക. ഇപ്രകാരം നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പോലും ചിന്തിക്കുക, അത് ഒഴിവാക്കി കളയുക.
ഇപ്രകാരം പറഞ്ഞു എന്ന് പിന്നീട് ചിന്തയിൽ വരാൻ പോലും പാടുള്ളതല്ല. നിങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ ഈ ആഗ്രഹം നടക്കണം എന്നുകൂടി ചിന്തിക്കണം. അതായത്, താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് പണം 1 മണിക്കൂറിൽ നൽകിയതിന് നന്ദി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇപ്രകാരമാണ് എങ്കിലും പറയാം. ഈ ഒരു കാര്യം നിങ്ങൾ പറയുന്നതിലൂടെ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും എന്നതാണ് വാസ്തവം. ഇത് പലർക്കും ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 1 മണിക്കൂറിനുള്ളിൽ നടന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു കാര്യം മറക്കുക. നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായ സമയത്ത് കൃത്യമായി തന്നെ വന്നു ചേരും. പ്രപഞ്ചം അതിനുള്ള അവസരം ഒരുക്കും എന്നതാണ് വാസ്തവം. എനിക്കത് നടന്നില്ലല്ലോ, അതുകൊണ്ട് വിശ്വാസമില്ല എന്ന രീതിയിൽ അത്തരത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പാടുള്ളതല്ല. തീർച്ചയായും നിങ്ങൾ പോസിറ്റീവായ ഒരു മനോഭാവമാണ് ഇവിടെ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. അത് എത്ര തന്നെ തിരിച്ചടിയിൽ നിൽക്കുകയാണ് എങ്കിലും തീർച്ചയായും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്രകാരം പറഞ്ഞ് നന്ദി പറയുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഒഴിവാക്കുവാനും അനുകൂലമായ കാര്യങ്ങൾ സൃഷ്ടിക്കുവാനും സഹായകരമായി തീരും. തീർച്ചയായും നിങ്ങൾ ഇന്നു മുതൽ ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രായോഗികമായ രീതിയിൽ തന്നെ പറഞ്ഞു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇപ്രകാരം യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇപ്രകാരം ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നു, അത് നടക്കും എന്ന രീതിയിൽ മറ്റൊരു വ്യക്തിയോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആരോടും നിങ്ങൾ പറയേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. അത് നിങ്ങളും പ്രപഞ്ച ശക്തിയും തമ്മിലുള്ള കാര്യമാണ്. അത് നിങ്ങൾക്കിടയിൽ മാത്രം നിൽക്കേണ്ട ഒരു കാര്യവുമാണ്. ഇത് പുറമെ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ പോസിറ്റീവായ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതിനാണ് കാരണമായി തീരുക. അതിനാൽ ആ കാര്യം പറഞ്ഞു അത് അവിടെ അവസാനിപ്പിക്കുക. പിന്നീടെല്ലാം പ്രപഞ്ചം തന്നെ, ആ പ്രപഞ്ച ശക്തി തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ അനുഭവഭേദ്യമായി തീരും എന്നതാണ് വാസ്തവം. ഇത് പലർക്കും ജീവിതത്തിൽ അനുകൂലമായി തീർന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. പോസിറ്റീവായ ഊർജമാണ് ഈ സമയം നിങ്ങളിലേക്ക് പ്രവേശിക്കുക. ഈ കാര്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കും അത്തരത്തിൽ പോസിറ്റീവായ ഒരു അനുഭവം, ഒരു ഊർജം കൂടുതലായും നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യം വന്നു ചേരും. എന്നാൽ ഈ ഒരു ആഗ്രഹം, നിങ്ങൾ പറയുന്നതായ ഈ ഒരു കാര്യം മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യമാകാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണകരമാകാം, എന്നാൽ മറ്റൊരു വ്യക്തിക്ക് വളരെ ദോഷകരമാകുന്ന രീതിയിൽ അവർക്ക് ജോലി ലഭിക്കരുത്, എനിക്ക് ജോലി ലഭിക്കണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത്. എനിക്ക് ജോലി നൽകിയതിൽ തന്നതിന് നന്ദി എന്നേ പറയുവാൻ പാടൂ. ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് തീർച്ചയായും ഈ ഒരു ടെക്നിക് നിങ്ങൾ പ്രയോഗിച്ചു നോക്കൂ. ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവവേദ്യമാകും.